ബജറ്റിലെ ഏറ്റവും പ്രധാന പ്രഖ്യാപനത്തെക്കുറിച്ചാണ് ആദ്യം. 12 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവരെ ആദായ നികുതി പരിധിയിൽ നിന്ന് ഒഴിവാക്കി ചരിത്രം കുറിച്ചു ധനമന്ത്രി. ശമ്പള വരുമാനക്കാർക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 രൂപ ഉൾപ്പെടെ 12.75 ലക്ഷം രൂപ വരെ നികുതി ഒഴിവുണ്ട്. പുതിയ നികുതി സ്കീം തിരഞ്ഞെടുക്കുന്നവർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക എന്നുകൂടി ഓർക്കണം. 12 ലക്ഷത്തിനു മുകളിൽ വരുമാനമുള്ളവർക്ക് സ്ലാബ് പ്രകാരം നികുതി അടയ്ക്കേണ്ടി വരും. മൂലധന ലാഭത്തിന് നികുതി ബാധകമാണെന്നതും മറക്കണ്ട. ഇനി പരിഷ്കരിച്ച ആദായ നികുതി സ്ലാബുകൾ നോക്കിയാൽ 4 ലക്ഷം വരെ നികുതിയില്ല. 4 മുതൽ 8 ലക്ഷം വരെ 5% നികുതിയും, 8 മുതൽ 12 ലക്ഷം വരെ 10% നികുതിയും, 12 മുതൽ 16 ലക്ഷം വരെ 15% നികുതിയും, 16 മുതൽ 20 ലക്ഷം വരെ 20% നികുതിയും, 20 മുതൽ 25 ലക്ഷം വരെ 25% നികുതിയും, 25 ലക്ഷത്തിനു മുകളിൽ 30% നികുതിയുമാണ്. ഇനി നമുക്ക് ബജറ്റിൽ എന്തിനൊക്കെയാണ് വില കൂടിയതെന്നും കുറഞ്ഞതെന്നും നോക്കാം. ക്യാൻസർ ഉൾപ്പെടെയുള്ള 36 ജീവൻ രക്ഷാ മരുന്നുകളുടെ വില കുറയും. മൊബൈൽ ഫോൺ ബാറ്ററികളുടെ വില കുറച്ചിട്ടുണ്ട്. ഇത് മൊബൈൽ വിലയിൽ കുറവ് വരുത്തിയേക്കുമെന്നാണ് സൂചന. വൈദ്യുതി വാഹനങ്ങളുടെ ബാറ്ററികൾ, LED, LCD TVകൾ, കപ്പൽ നിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ, സമുദ്ര വിഭവങ്ങൾ, കൊബാൾട്ട് ഉൽപ്പന്നങ്ങൾ, ഭക്ഷണ പാനീയങ്ങളിലെ ഫ്ലേവറിംഗ് എസൻസ്, ഗ്രാനൈറ്റ്, മാർബിൾ, കരകൗശല ഉൽപ്പന്നങ്ങൾ, ലെതർ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വില കുറയും. ഇറക്കുമതി ചെയ്യുന്ന വസ്ത്രങ്ങൾക്കും ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേകൾക്കും വില കൂടും. സ്വർണ്ണാഭരണങ്ങളുടെ ഇറക്കുമതി തീരുവ 25% നിന്ന് 20% കുറച്ചതിനാൽ ഇറക്കുമതി ചെയ്ത സ്വർണ്ണാഭരണങ്ങൾക്ക് വില കുറയും. ഇനി വനിതകൾക്ക് വേണ്ടി നിരവധി പ്രഖ്യാപനങ്ങളാണ് ഇത്തവണയും ബജറ്റിലുള്ളത്. വനിതാ സംരംഭകർക്ക് 5 ലക്ഷം മുതൽ 2 കോടി വരെ വായ്പ നൽകും. 5 ലക്ഷം വനിതകൾക്ക് ഗുണഫലം ലഭിക്കും. വനിതാ ശിശുക്ഷേമ മന്ത്രാലയത്തിന് മാത്രം മാറ്റിവെച്ചിരിക്കുന്നത് 26,889 കോടി രൂപയാണ്. അംഗനവാടികൾ വഴിയുള്ള പോഷകാഹാര പദ്ധതി വിപുലീകരിക്കും. 21,960 കോടി രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. 8 കോടിയിലധികം കുട്ടികളും 1 കോടി ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകും. മിഷൻ ശക്തിക്ക് 3,150 കോടി രൂപ മാറ്റിവെച്ചു. ബേട്ടി ബച്ചാവോ, ബേട്ടി പഠാവോ, വിമൻസ് ഹെൽപ്പ് ലൈൻ എന്നീ പദ്ധതികൾ അടങ്ങിയ സമ്പൽ സ്കീമിന് 629 കോടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഇൻഷുറൻസ് മേഖലയെ കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് 100% പ്രത്യക്ഷ വിദേശ നിക്ഷേപത്തിന് അനുമതി നൽകിയത്. കൂടുതൽ വിദേശ കമ്പനികൾ വരുന്നതോടെ മികച്ച സേവനങ്ങൾ നൽകാൻ കമ്പനികൾ മത്സരിക്കും. കുറഞ്ഞ പ്രീമിയത്തിൽ കൂടുതൽ സേവനങ്ങൾ ലഭിച്ചാൽ ഇൻഷുറൻസ് എടുക്കാൻ കൂടുതൽ ആളുകൾ തയ്യാറാകും. ആരോഗ്യ ഇൻഷുറൻസ് ഉൾപ്പെടെ എടുക്കുന്നവരുടെ എണ്ണം കൂടും. കൂടാതെ LICയും SBI ലൈഫും പോലെയുള്ള നിലവിലെ കമ്പനികൾ തങ്ങളുടെ സേവനം കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യും. പക്ഷേ മത്സരം ആരോഗ്യകരമായിരിക്കണമെന്ന് മാത്രം. ഇനി കർഷകരുടെ കാര്യം കൂടി നോക്കിയാലോ. കിസാൻ ക്രെഡിറ്റ് കാർഡ് പരിധി 3 നിന്ന് 5 ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട്. നിലവിൽ ഈടില്ലാതെ 1.6 ലക്ഷം രൂപ വരെയും ഈടിലൂടെ 3 ലക്ഷം രൂപ വരെയുമായിരുന്നു കിസാൻ ക്രെഡിറ്റ് കാർഡിലൂടെ വായ്പ ലഭിച്ചിരുന്നത്. ഇതിന്റെ പരിധി ഉയർത്തിയത് കർഷകർക്ക് പ്രയോജനപ്പെടും. പ്രൈം മിനിസ്റ്റർ ധൻ ധാന്യ കൃഷി യോജനയിലൂടെ കാർഷിക ജില്ലകളെ വളർത്തിയെടുക്കും. ഉൽപാദനത്തിൽ പിന്നോക്കമുള്ള വിള സാന്ദ്രത കുറഞ്ഞ 100 ജില്ലകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. 1.7 കോടി കർഷകർക്ക് ഇതിന് പ്രയോജനം ലഭിക്കും. കാർഷിക മേഖലയിൽ നൈപുണ്യം, നിക്ഷേപം, സാങ്കേതികവിദ്യ, ഗ്രാമീണ മേഖലയുടെ വളർച്ച എന്നിവയിലൂടെ കാർഷിക മേഖലയിൽ തൊഴിലുകൾ വർദ്ധിപ്പിക്കും. പയറുവർഗ്ഗങ്ങളുടെ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് ദേശീയ കർമ്മ പദ്ധതിയും ആവിഷ്കരിച്ചിട്ടുണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ഗിഗ് വർക്കേഴ്സിന് സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതാണ് മറ്റൊരു പ്രധാന പ്രഖ്യാപനം. സ്വിഗ്ഗി, സൊമാറ്റോ, ഊബർ അടക്കമുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഇൻഷുറൻസ് ഉറപ്പാക്കും. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ ഭാഗമാക്കിയാണ് പരിരക്ഷ ഉറപ്പാക്കുന്നത്. ഇതിനായി ശ്രം പോർട്ടലിൽ രജിസ്ട്രേഷനുള്ള സംവിധാനം ഏർപ്പെടുത്തും. സർക്കാർ ID കാർഡുകളും നൽകും. ഇതോടെ തൊഴിൽ സേനയിൽ എവിടെയും പരാമർശിക്കപ്പെടാതെ പോകുന്ന ഒരു വിഭാഗത്തിനു കൂടി അസ്തിത്വമാകും. 1 കോടിയിലേറെ വരുന്ന ഗിഗ് വർക്കേഴ്സിന് ഇത് ആശ്വാസമാകും. ജില്ലാ ആശുപത്രികളിൽ ക്യാൻസർ സെന്ററുകൾ, മെഡിക്കൽ കോളേജുകളിൽ സീറ്റ് വർധനവ്, എല്ലാ സർക്കാർ സെക്കൻഡറി സ്കൂളുകളിലും ഇന്റർനെറ്റ്, മെഡിക്കൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ ഹീൽ ഇന്ത്യ, അടിസ്ഥാന സൗകര്യ വികസനത്തിന് സംസ്ഥാനങ്ങൾക്ക് 50 വർഷത്തേക്ക് പലിശരഹിത വായ്പ, 10 വർഷത്തിനുള്ളിൽ 100 ചെറുകിട വിമാനത്താവളങ്ങൾ എന്നിവയും പ്രഖ്യാപനങ്ങളിലുണ്ട്. കേരളം ചോദിച്ചതോ കിട്ടിയില്ല. എന്നാൽ പൊതുവായ പ്രഖ്യാപനങ്ങളിൽ പലതും സംസ്ഥാനത്തിന് ഉപകാരപ്രദമായി ഉപയോഗിക്കാവുന്നതാണ്. ആദായ നികുതി ഇളവിലൂടെ കയ്യടി നേടിയെങ്കിലും എടുത്തു പറയാവുന്ന മറ്റ് വമ്പൻ പ്രഖ്യാപനങ്ങളൊന്നുമില്ലെന്ന പൊതുവിലയിരുത്തലാണ് ഉള്ളത്.